ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും ഹ്യൂമാനിറ്റി ഉള്ള ആളായിട്ട് പറയപ്പെടുന്നതാണ് ജിസേൽ എന്ന കണ്ടസ്റ്റൻറ്റ്. പക്ഷേ ഏറ്റവും ഫേക്കായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് ജിസേലിനെ തോന്നിയിട്ടുള്ളത്. BB നിയമങ്ങൾക്ക് വിരുദ്ധമായി അവരെ മേക്കപ്പൊക്കെ ഉപയോഗിച്ചെന്നത് പോട്ടെ, അതവരുടെ പേഴ്സണൽ കാര്യം. പക്ഷേ എല്ലാവർക്കും അവകാശപ്പെട്ട കോഫി പൗഡർ ആയാലും ഷുഗർ ആയാലും എല്ലാം ഒളിച്ചു വെക്കുന്നത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. സ്വേച്ഛാധിപതി ടാസ്കിൽ വിന്നറായ ജിസേലിനും നെവിനും പണിപ്പുര വഴി കുറച്ച് ലക്ഷറി ഐറ്റംസ് കിട്ടിയിരുന്നു. അപ്പോൾ അത്രയും പോയിൻറ്റ്സിന് വർക്ക് ചെയ്യാൻ വേണ്ടി ഇവരുടെ അടിമകളായ 7 പേര് ആക്ടിവിറ്റി റൂമിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. അതായത് ഈ ലക്ഷറി ഐറ്റംസ് എല്ലാം അകത്ത് അടിമകളല്ലാത്തവർക്ക് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ ടാസ്ക് കഴിയാതെ ആക്ടിവിറ്റി റൂമിലുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന്. ഈ സമയത്ത് നെവിൻ കുറച്ച് സാധനങ്ങൾ അകത്തുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ഇത് ഈ ജിസേലിന് ഇഷ്ടപ്പെട്ടില്ല. അതിനുള്ള കാരണം പറയുന്നതെന്ന് വെച്ചാൽ ആക്ടിവിറ്റി റൂമിൽ നിന്ന് ബാക്കിയുള്ളവർ പുറത്ത് വന്ന ശേഷം എല്ലാവർക്കും കൂടെ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ്. ആക്ച്വലി അതിൽ പെട്ടെന്ന് മോശമായി പോകുന്ന ഷവർമ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഈ ജിസേൽ അകത്തുള്ളവർക്ക് കൊടുത്തില്ല. അങ്ങനെ അതൊക്കെ ചീത്തയായിപ്പോയി. അതായത് പട്ടി ഒട്ട് പുല്ല് തിന്നുകയില്ല, പശുവിനെ ഒട്ട് തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ജിസേൽ ചെയ്തത് അവിടെ. അപ്പോൾ അന്ന് ഈ എല്ലാവരും വന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് പറയുന്ന ജിസേൽ രാവിലെ, അതായത് എല്ലാവരോടും അത്രയും സ്നേഹമുണ്ടെന്ന് പറയുന്ന ആൾ രാവിലെ ഒരു പ്രത്യേക ആൾക്കാർക്ക് വേണ്ടി മാത്രം ചായ ഉണ്ടാക്കി കൊടുക്കും, അഥവാ കോഫി ഉണ്ടാക്കി കൊടുക്കും. ബാക്കിയുള്ളവരോടൊപ്പം ഒരു കെയറിങ്ങും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. ആ സമയത്തൊരു ഹ്യൂമാനിറ്റിയും ഇല്ല, ഒരു തേങ്ങാക്കൊലിയും ഇല്ല. ഇത് കഴിഞ്ഞ ദിവസം സ്വന്തം ടീം മെമ്പറായ ബിന്നി ചോദ്യം ചെയ്യുന്ന കണ്ടു. ഇത്രയും നാളും ഇത് കണ്ടിട്ട് ബിന്നിക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടായിരുന്നു. ഇന്നലെ സ്ക്രീൻ സ്പേസ് കുറഞ്ഞുകൊണ്ടാണ് എന്തോ ജിസേലിനെ ചോദ്യം ചെയ്യുന്ന കണ്ടു. 10 പേർക്ക് മാത്രം ജിസേൽ കാപ്പി ഇട്ട് കൊടുത്തു, ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്തുമില്ല. അതിന് ജിസേൽ പറയുന്നത് അത്രയും വലിയ വെസൽ അത് ചായ വെക്കേണ്ട പാത്രം ചെറുതായിരുന്നു, മറ്റത് അവർ ക്ലീൻ ചെയ്ത് കൊടുത്തില്ല എന്നാണ്. അങ്ങനെയാണെങ്കിലും ബാക്കിയുള്ളവർക്ക് വീണ്ടും ആ സെയിം പാത്രത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അത് ജിസേൽ ചെയ്തില്ല. ജിസേലിൻ്റെ ഈ ചിറ്റമ്മ നയം, പക്ഷെ അവിടെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം ടീം ഡിവൈഡ് ചെയ്തപ്പോൾ വെസൽ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചാടിത്തുള്ളിപ്പോയ ആളാണ് ക്യാപ്റ്റൻ. വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ അനീഷാണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത്. കൈ മുറിഞ്ഞത് കൊണ്ട് വെസൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കിയത്. അപ്പം തന്നെ അവരുടെ ആ ഒരു ഈഗോ മനസ്സിലാക്കാമല്ലോ. അനീഷിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് തന്നെ ജിസേലിൻ്റെ ശരിക്കുമുള്ള ഫേസ് എക്സ്പോസ് ചെയ്യാൻ ഇപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ആദിലേക്കും നൂറയ്ക്കും ചിലപ്പോൾ കഴിയുമായിരിക്കും. ഇതിനു മുമ്പ് ജിസേലിനെ ആദില പ്രൊവോക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദിലേക്ക് പറ്റുമായിരിക്കും ജിസേലിൻ്റെ പൊയ്മുഖം പൊളിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പറ്റും.